ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയണ്ട. ഒറ്റ വാക്കിൽ ഒരു കാര്യം, കിടിലൻ കഥ. ഈ സിനിമയിൽ ഭ്രാന്തനായ ഒരു ഡോക്ടറുണ്ട്. അയാൾക്ക് ചില ഭ്രാന്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സയൻസും ടെക്നോളജിയൊന്നും അന്ന് അത്ര വളർന്നിട്ടില്ല. ആ നേരത്താണ് ആ ഡോക്ടർക്ക് ഒരു ആശയം തോന്നുന്നത്. അതായത് മരിച്ചുപോയ ആൾക്കാരുടെ ശവങ്ങള് അതിന്റെ ഓരോ കഷണങ്ങൾ എടുത്തുകൊണ്ട് ഓരോന്നും കൂട്ടി യോജിപ്പിച്ച് മറ്റൊരു മനുഷ്യനെ ഉണ്ടാക്കാന്ന്. അങ്ങനെ ആ പരീക്ഷണം ഈ ഒരു ഡോക്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം എന്താ സംഭവിച്ചത്? ഇത് നമുക്ക് ഈ ഒരു കഥയിലൂടെ കേട്ട് മനസ്സിലാക്കാം. നല്ല അടിപൊളി കഥയാണ്. അതുപോലെ തന്നെ എനിക്ക് നല്ല മൂക്കടുപ്പും ജലദോഷവും ഉണ്ട്. ശബ്ദത്തിനും നല്ല മാറ്റമുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് പോയല്ലേ, കഥയുടെയും മായ ലോകത്തിലേക്ക്. വർഷം 1857, ഫർദർ മോസ്റ്റ് നോർത്ത്, ഒരു മഞ്ഞ് മൂടിയ പ്രദേശം. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്ന ആ ഒരു കപ്പലാണെങ്കിൽ ഇപ്പൊ ആ ഒരു മഞ്ഞിൽ സ്റ്റെക്കായി നിൽക്കുകയാണ്. അത് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ മൂവ് ആകുന്നില്ല. കപ്പലിലെ ജോലിക്കാരെല്ലാം കഠിനമായിട്ട് തന്നെ ആ ഐസിൽ നിന്നും ഈ കപ്പലിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ ആൻഡ്രൂസ് അവിടെയുണ്ട്. ഇതേ നേരം തന്നെ കമാൻഡർ വന്നിട്ട് ക്യാപ്റ്റനോട് പറയാണ്, ക്യാപ്റ്റൻ, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. ജോലിക്കാരെല്ലാം ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഇനിയൊരു കപ്പൽ ഇവിടുന്ന് ഫ്രീ ആയാൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോവാതെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത്യാവശ്യം സെൽഫിഷ് ആയിട്ടുള്ള ക്യാപ്റ്റൻ പറയാണ്, വേണ്ട, നമ്മൾ എന്ത് ദൗത്യത്തിനാണോ വന്നത് ആ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം. നമ്മുടെ യാത്ര അത് പൂർണ്ണമാകണം. പിന്നീട് എല്ലാ തൊഴിലാളികളോടും പറയാണ്, നിങ്ങളെല്ലാം ധീരന്മാരാണ്. ധീരന്മാർ പോരാട്ടത്തിനിടയിൽ മരിക്കും എന്ന് കരുതി ആരും പിന്മാറാറില്ല. അങ്ങനെ എല്ലാവരോടും വീണ്ടും ജോലി ചെയ്യാൻ പറയാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് വീണ്ടും തണുപ്പ് നല്ല കഠിനമാകുന്നുണ്ട്. ആ നേരത്തും തൊഴിലാളികൾ പുറത്തുനിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ ഉള്ളിലിരുന്നു കൊണ്ട് അത്യാവശ്യം ചൂടെല്ലാം കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരത്താണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഇവരെല്ലാവരും കേൾക്കുന്നത്. ക്യാപ്റ്റൻ പുറത്തേക്ക് വന്നു. എന്താ കാര്യം കമാൻഡറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അറിയില്ല സാർ, കുറച്ചകലെ ദൂരത്തുനിന്ന് എന്തോന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. വാ നമുക്കത് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ആൻഡ്രൂസ് കമാൻഡറെയും കുറച്ച് ആളുകളെയും കൂട്ടി നേരെ ആ ബ്ലാസ്റ്റ് നടന്ന സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല കേട്ടോ. ഒരു ടെന്റും ഉണ്ടായിരുന്നു, അതിന്റെ പല ഭാഗവും തീ പിടിച്ചു പോയിട്ടുണ്ട്. ആരൊരാൾ ഇവിടെ താമസിച്ചതിന്റെ എല്ലാ ലക്ഷണവും അവർ കാണുന്നുണ്ട്. എന്നാൽ ആളെ കാണുന്നില്ല. അല്പമായിട്ട് ചോര അവിടെ ഇവിടെയും കാണുന്നുണ്ട്. പിന്നീട് ആ ചോര ഫോളോ ചെയ്ത് പോയപ്പോൾ കുറച്ചപ്പുറത്തായിട്ട് വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ദേഹത്ത് നല്ല പരിക്കുണ്ടെങ്കിലും അയാൾ മരണപ്പെട്ടിട്ടില്ല. പക്ഷെ അയാളുടെ ഒരു കാലിന് സ്വാധീനം ഇല്ലായിരുന്നു. അതായത് മുറിഞ്ഞു പോയ കാലിന് പകരം വെപ്പുകാലായിരുന്നു. വേഗം തന്നെ പോയിട്ട് ക്യാപ്റ്റനും അയാളുടെ ആൾക്കാരും കൂടെ ഈ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരു വല്ലാത്ത മൃഗത്തിന്റെ വല്ലാത്തൊരു ഒച്ച ഇവർ കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും പേടിച്ചുപോയി. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഈ പരിക്കേറ്റ ആളെ എടുത്തുകൊണ്ട് ഇവർ നേരെ കപ്പലിലേക്ക് പോവാണ്. അയാൾ സേഫ് ആയിട്ട് തന്നെ മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് കപ്പലിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നോക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത കരച്ചില്, ഒരു അലർച്ചയാണ്. ഇവർക്ക് നേരെ ആ അലർച്ച അടുത്തടുത്ത് വരുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഇവരെന്തിനു പേടിച്ചാണോ വേഗം ഇങ്ങോട്ടേക്ക് വന്നത് ആ സാധനം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണെന്ന് അറിയില്ല, ഒരു കറുത്ത രൂപം, കറുത്ത വസ്ത്രമൊന്നും അത് ധരിച്ചിരിക്കുന്നത്. ഇനി അതൊരു മനുഷ്യനായിരിക്കും. എന്തായാലും ക്യാപ്റ്റന്റെ ആൾക്കാർ അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വെടികൊണ്ട് അത് താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും എഴുന്നേൽക്കാണ്. ഇവരൊക്കെ ആകെ ഭയന്നു പോയി. വീണ്ടും അടുത്ത റൗണ്ട് ഇവർ വെടിവെക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അത് വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. കാര്യം ഡേഞ്ചർ ആണെന്ന് മനസ്സിലായി ക്യാപ്റ്റനും ബാക്കിയുള്ള ആൾക്കാർ വേഗം കപ്പലിലേക്ക് കയറുകയാണ്. ഒരു 2 ആൾക്കാർ ഞങ്ങൾ ഇവന്റെ കാര്യം നോക്കിക്കോളാം പറഞ്ഞിട്ട് അതിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് ഇവന്മാരെ തൂക്കിയെടുത്ത് ബോൾ എറിയില്ലേ അതുപോലെ ഏറ് കൊടുക്കുകയാണ്. അതായത് ഈ വന്നിരിക്കുന്ന സാധനത്തിന് നല്ല ശക്തിയാണ്. പിന്നീട് കപ്പലിന് മുകളിലേക്ക് ഭയങ്കരമായ വേഗത്തിലാണ് ഇത് കയറി വരുന്നത്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. വെടിവെച്ചിട്ട് ചാവുന്നുമില്ല. ഇപ്പൊ മുകളിലേക്ക് കയറി വന്ന ആ രൂപം ഇപ്പൊ പരിക്ക് പറ്റിയ ഒരാളെ രക്ഷപ്പെടുത്തിയല്ലോ. അയാളെ ചൂണ്ടിക്കൊണ്ട് പറയണ്, എനിക്ക് അയാളെ മതി, വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ. അയാളെ വിട്ടു തന്നാൽ ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയണം. എന്നാൽ ക്യാപ്റ്റൻ പറയണ്, ഒരു കാരണവശാലും അയാളെ വിട്ടുതരില്ല. അടുത്ത നിമിഷം തന്നെ കപ്പലിലുള്ള 2-3 പേരെ തൂക്കിയെടുത്ത് എറിയാണ് കേട്ടോ. അതായത് കൊന്നുകളയാണ് ഈ വന്ന ക്രിയേച്ചർ. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ ആൻഡ്രൂസ് പറയണ്, എന്റെ മറ്റാ ഒരു തോക്കുണ്ടല്ലോ വേഗം അതെടുത്തിട്ട് വന്ന്, അതായത് ഒരു ഡബിൾ ബാരലല്ല ട്രിപ്പിൾ ബാരലാ തോന്നുന്നു, അങ്ങനത്തെ ഒരു ജാതി സാധനം ഇതെടുത്ത് കൊണ്ടുവന്ന് ഈ ക്രിയേച്ചറിന്റെ നെഞ്ചത്തോക്ക് നോക്കി ഒറ്റ പൊട്ടിക്കലാണ്. ചെറിയ ബുള്ളറ്റ് കയറിയിട്ട് ഒന്നും ആവാത്ത ഈ ക്രിയേച്ചറിന് ഇത് ദേഹത്ത് കയറിയപ്പോൾ എന്തോ നന്നായിട്ട് പരിക്കേൽപ്പിച്ചു. അത് പിന്നീട് തലയും കുത്തി താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അത് ചത്തുവെന്ന്. അപ്പൊ അതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ്. മാത്രമല്ല അതിന്റെ ദേഹത്തുണ്ടായ മുറിവുകളൊക്കെ തനിയെ ഉണങ്ങിപ്പോവാണ്. ഇവര് വേഗം ആ ഒരു കോണി എടുത്ത് മുകളിലേക്ക് വലിച്ചു വെക്കുകയാണ്. അതുവഴി ഇനി അത് കപ്പലിലേക്ക് കയറി വരണ്ട എന്ന് കരുതിയിട്ട്. എന്നാൽ ആ ദേഷ്യത്തിന് കപ്പലിന്റെ 2 ഭാഗത്തും പോയിട്ട് ഈ ക്രിയേച്ചർ ഈ കപ്പലിനെ തള്ളാൻ തുടങ്ങുകയാണ്. മുകളിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് താഴേക്ക് വീഴാൻ വരെ പോകുന്നുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ ഒരു കാര്യം ചെയ്തു. ഈ ക്രിയേച്ചർ ഉണ്ടല്ലോ ഇതിന്റെ കാൽഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യണം. അപ്പൊ അവിടുത്തെ ആ ഒരു ഐസ് തകർന്ന് ഇവൻ നേരെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. പിന്നീട് കുറെ നേരത്തേക്ക് അതിന്റെ ഒച്ചയനക്കൊന്നും ഇല്ല കേട്ടോ. അതായത് അത് ചത്തൂന്ന് ഇവർക്ക് ബോധ്യമായി. പിന്നീട് ക്യാപ്റ്റനും കുറച്ച് ആൾക്കാരും പോയിട്ട് ഇപ്പൊ അവര് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ ഉണ്ടല്ലോ അവന് ആവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവന് ബോധം വന്നപ്പോൾ വിക്ടർ ആദ്യം തന്നെ ചോദിക്കുന്നത് അവൻ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു, എന്നെ തേടിക്കൊണ്ട് എത്ര പേര് മരിച്ചു? ഇപ്പൊ ക്യാപ്റ്റൻ പറയാണ്, കുറച്ചുപേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അടുത്ത തവണ
തവണ അവൻ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എന്നെ എറിഞ്ഞു കൊടുത്തേക്ക്. വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും അവന്റെ ശവപ്പ് ഉണ്ടാവും. ഇത് കേട്ട സമയത്ത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പറയണ, ഒരിക്കലുമില്ല, അതിനെ കൊല്ലാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ ക്യാപ്റ്റൻ ചോദിക്കാണ്, അതെന്താ, അത് വല്ല പ്രേതവും ഭൂതമാണോ? ആ സമയത്ത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പറയാണ്, അങ്ങനെയൊന്നുമല്ല, അവൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അതും ഒരു മനുഷ്യ ശരീരം ഉപയോഗിച്ചല്ല, ഒരുപാട് മനുഷ്യരുടെ ശരീരം ഉപയോഗിച്ചാണ് ഞാൻ അവൻ ഉണ്ടാക്കിയത്. അവന് ജനനവുമില്ല മരണവുമില്ല, അങ്ങനത്തെ ഒരു ജന്മമാണ് അവൻ. അവൻ ഉണ്ടായതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറയാണ്. ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ക്യാപ്റ്റൻ ആൻഡ്രോസും അതുപോലെ തന്നെ കമാൻഡറും ബാക്കിയുള്ള ആൾക്കാരും എന്താണെന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവൻ ജനിച്ചത് പണക്കാരനായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ വീട്ടിലായിരുന്നു. ഒരു വലിയ കൊട്ടാരം, ആ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വർഷത്തിൽ വല്ലപ്പോഴൊക്കെ അയാൾ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. ഇന്ന് അവന്റെ അച്ഛൻ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. നല്ല വരവേൽപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല വിക്ടറിന്റെ അമ്മ അപ്പൊ ഗർഭിണിയായിരുന്നു. വല്ലപ്പോഴും വീട്ടിലേക്ക് വന്നാലും അവന്റെ അമ്മയോടും അതുപോലെ തന്നെ വിക്ടറിനോടും അത്ര നല്ല രീതിയിലല്ല അവന്റെ അച്ഛൻ പെരുമാറിയിരുന്നത്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാത്ത വല്ലാത്തൊരു റഫായിട്ടുള്ള മനുഷ്യനാണ് വിക്ടറിന്റെ അച്ഛൻ. അന്ന് രാത്രി വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവന് ഇഷ്ടപ്പെട്ട ഒരു ദേവതയോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ അച്ഛന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുതരണേന്ന്. ഇതേ നേരം തന്നെ അവന്റെ അമ്മയും അവന്റെ അച്ഛനും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ട് അമ്മ പിന്നീട് പുറത്തേക്ക് വരുന്നത് അവൻ കാണുകയാണ് കേട്ടോ. പിന്നീട് അമ്മ വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്, മോൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന്റെ അടുത്തേക്ക് അവന്റെ അച്ഛൻ വരുന്നുണ്ട്. ഒരു ഡോക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ തന്റെ മകനെ വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് വിക്ടറിന്റെ അച്ഛൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവസാനത്തെ ഒരു ചോദ്യത്തിന് മാത്രം അവൻ തെറ്റുത്തരം പറഞ്ഞ സമയത്ത് ഇപ്പൊ അവന്റെ അച്ഛൻ പറയണ, നാണം കെട്ടവനെ, എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട നീ ഈ രീതിയിലായാൽ ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കും? എന്നെ പോലെ നല്ലൊരു ഡോക്ടറായിട്ട് നീ എങ്ങനെ വരും? അതുകൊണ്ട് ശിക്ഷ ആവശ്യമാണ്. ഒന്നും മിണ്ടാതെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവന്റെ കൈ ഇപ്പൊ നീട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവന്റെ അച്ഛൻ പറയാണ്, കയ്യിലല്ല, നീ വരുത്തിയ ഓരോ തെറ്റിനും അതിന്റെ പാട് നിന്റെ മുഖത്ത് വരണമെന്ന് വെച്ചിട്ട് ആ വടി കൊണ്ട് അവന്റെ മുഖത്തട്ടിക്കുകയാണ്. അതായത് അത്ര നല്ലതല്ലാത്തൊരു ബാല്യമായിരുന്നു വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെത്. അങ്ങനെ 2-3 ദിവസം നിന്നതിന് ശേഷം അവന്റെ അച്ഛൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. എന്നാൽ അതേ സമയത്താണ് അവന്റെ അമ്മയ്ക്ക് പ്രസവ വേദന വരുന്നത്. അവൻ വേഗം പോയിട്ട് ഈ ഒരു കാര്യം അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛനും അയാളുടെ ടീമും കൂടെ വേഗം വരികയാണ്, അവന്റെ അമ്മയെ നോക്കുന്നുണ്ട്. അവർ പരമാവധി ശ്രമിച്ചെങ്കിലും അവന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ അനിയൻ കുഴപ്പമൊന്നുമില്ലാതെ പുറത്തു വന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. അവന് പേര് വില്യം ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് വെക്കുകയാണ്. മാത്രമല്ല മരിച്ചുപോയ അവന്റെ അമ്മയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. അനിയനായിട്ടുള്ള വില്യത്തിനോട് അവന്റെ അച്ഛൻ നന്നായിട്ട് സ്നേഹം കാണിക്കുന്നത് അവനെടുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ഓർമ്മകളുമായിട്ട് ഒരു വല്ലാത്ത ലൈഫായിരുന്നു അവൻ്റെത്. ഒരു ദിവസം അവന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും നല്ല ഡോക്ടറായിട്ടും എന്തുകൊണ്ട് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയില്ല? അതിന് കാരണം നിങ്ങൾക്ക് ഈ നാടിന്റെ പുറത്ത് മറ്റൊരു ഭാര്യയും കുട്ടികളും ഉള്ളതുകൊണ്ടല്ലേ? നിങ്ങൾ മനഃപൂർവ്വം എന്റെ അമ്മയെ കൊന്നതല്ലേ? ഇത് കേട്ട് അവന്റെ അച്ഛന് നന്നായിട്ട് ദേഷ്യം വന്നെങ്കിലും കുറച്ച് ശാന്തമായിട്ട് പറയാണ്, അത് മനസ്സിലാക്കാനുള്ള അറിവ് നിനക്കിപ്പോൾ ആയിട്ടില്ല. തൽക്കാലം അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഒരു കാര്യം മനസ്സിലായി. അവന്റെ അച്ഛൻ വളരെ പ്രഗത്ഭനാണെന്ന് പറയെങ്കിലും അയാൾക്കും ഇല്ലാത്ത ചില അറിവുകളുണ്ട്. ചില കാര്യങ്ങളൊന്നും അവന്റെ അച്ഛനും അറിയില്ല. അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, മരിച്ചുപോയ എന്റെ അമ്മ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? ആ ചിന്ത മാത്രമായി പിന്നീട് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ ഒരു ദേവത അവന്റെ സ്വപ്നത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അവനോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവന് തന്നെ തോന്നുകയാണ്, ആ ദേവത അവനോട് പറഞ്ഞു മരിച്ചവരെ തിരിച്ചു കൊണ്ടുപോവാ, അവരെ രക്ഷപ്പെടുത്തുക എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ, അതായത് ആ ഒരു വെള്ളത്തിനടിയിലേക്ക് ആ ഒരു ക്രിയേച്ചറിനെ ക്യാപ്റ്റൻ തള്ളിയിട്ടായിരുന്നല്ലോ. എന്നാൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ മരിക്കില്ല എന്ന്. പറഞ്ഞതുപോലെ തന്നെ ഐസ് പാളികൾ തകർത്തുകൊണ്ട് അവൻ മറ്റേതോ ഒരു ഭാഗത്ത് പൊന്തുകയാണ്. പിന്നീട് അവിടെ നിന്നും ദൂരെ നിൽക്കുന്ന ആ ഒരു കപ്പലിനെ ഈ ക്രിയേച്ചർ അങ്ങനെ നോക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിക്ടറിന്റെ അച്ഛന് മരണപ്പെട്ടു പോവാണ്. അച്ഛന്റെ മരണശേഷം വിക്ടർ ഒരു വലിയ യാത്ര പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുടുംബത്തിന്റെ കയ്യിൽ അവന്റെ അനിയനെ ഏൽപ്പിച്ചുകൊണ്ട് തന്റെ അച്ഛന് പോലും അറിയാത്ത വൈദ്യം അത് പഠിക്കാനായിട്ട് ഒരുപാട് നാടുകളിലേക്ക് പോവാണ്. അങ്ങനെ അവസാനം അവനിപ്പോ ഒരു യുവാവായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ വലിയൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലെ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, വലിയ പണക്കാര്, ഇവരെല്ലാം വന്നിട്ടുണ്ട്. ഇവർക്കൊരു ഡെമോ കാണിക്കാനാണ് നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ അവരോടെല്ലാവരോടായിട്ട് വിക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ ലൈഫ്? ഇത് എവിടെ തുടങ്ങി, എവിടെ തീരുന്നു? വളരെ ചെറുതല്ലേ നമ്മുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്? നമുക്കൊന്നും യാതൊരു കൺട്രോളും ഇല്ലാത്തൊരു കാര്യം. എന്നാൽ ആ കാര്യത്തിന് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നാലോ? ഇതേ സമയം തന്നെ ആ സദസ്സിലേക്ക് വലിയ പണക്കാരനായിട്ടുള്ള ഒരാൾ കൂടെ വരുന്നുണ്ട്. അയാളുടെ പേര് ലാർസൻ എന്നാണ്. അയാൾ ഒന്ന് നോക്കി വെച്ചേക്ക്. എന്തായാലും ഇപ്പൊ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന്റെ ആ ഒരു സ്പീച്ച് തന്നെ കാണിക്കുകയാണ്. അതായത് വിക്ടർ പറയുന്നത്, നമ്മൾ മനുഷ്യർക്കും അതീതമായിട്ടുള്ള മറ്റൊരു ശക്തിയെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ആരംഭഘട്ട ഗവേഷണങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ അതിൽ വിജയിക്കുകയും ചെയ്തു. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി മാറ്റുകയാണ്. പാതി മുറിച്ചിട്ട, അതായത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട ഒരു ശവം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ബാറ്ററി പോലെ എന്തോ ഒന്ന് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപാടെയാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ചോദിക്കുകയാണ്, എന്താണ് ഈ ശവത്തിനെ കാണിക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ വിക്ടർ പറയുന്നത്, സാറേ അങ്ങനെയല്ല, ഞാൻ പറയുന്നത് വിശദമായി
കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേൾക്ക്. ഈ ശരീരം ഞാൻ ഉണ്ടാക്കിയെടുത്തത് വധശിക്ഷ കിട്ടി മരിച്ചു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം നോക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് എന്തോ ഓണാക്കിയ സമയത്ത് അതിന് പെട്ടെന്ന് അങ്ങോട്ട് ജീവൻ വരികയാണ്. അത് കൈയും കാലൊക്കെ ഇട്ട് അളക്കാൻ തുടങ്ങുകയാണ്. ഒരു ആപ്പിള് അതിന് എറിഞ്ഞു കൊടുത്ത സമയത്ത് അത് പിടിക്കുകയാണ്. മാത്രമല്ല എന്താണോ ഫ്രാങ്കിൻസ്റ്റൈൻ പറയുന്നത് അതുപോലെ തന്നെ അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് വിക്ടർ പറയുന്നുണ്ട്, സാർ ഇത് കണ്ടോ, ഇതാണ് എന്റെ പുതിയ ഗവേഷണം, എന്റെ കണ്ടുപിടുത്തം. ഇത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ നിങ്ങൾ എനിക്ക് നല്ല ഫണ്ട് തരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനെ വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയും. എന്നാൽ ഇത് കേട്ട സമയത്ത് സാധാരണ ആൾക്കാരൊക്കെ കൈയടിച്ചെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽ പറയണ ഒരിക്കലുമില്ല, ഞങ്ങൾ ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നു. ജീവൻ, മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇങ്ങനെ ഗവേഷണത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് പിന്നീട് ആപത്താവും. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ ഇത് ബാൻ ചെയ്യാണ്. നീയും ഇത് ചെയ്യാൻ പാടില്ല. എല്ലാവരും അവിടുന്ന് പോവാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആകെ നിരാശനായി ടെൻഷൻ അടിച്ച് ഈ വന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ എല്ലാം തെറി വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വന്നിട്ട് അവനോട് പരിചയപ്പെടുകയാണ്. ഹായ്, നിങ്ങളല്ലേ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ? എന്റെ പേര് ലാർസൻ. നിങ്ങളുടെ ആ ഒരു പ്രസംഗമെല്ലാം ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഇത് കേട്ടപ്പോൾ വിക്ടർ അയാളൊന്ന് നോക്കണം. അല്ല, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. ഇതേ സമയത്ത് ലാർസൻ പറയാണ്, എന്നെ നിനക്കറിയില്ലായിരിക്കും, പക്ഷെ നിന്റെ അനിയൻ വില്യം ഫ്രാങ്കൻസ്റ്റൈനെ എന്നെ അറിയാം. കാരണം എന്റെ മരുമകൾ എലിസബത്തിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് വില്യമാണ്. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണ്ടേ? എന്തായാലും നീ എന്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞിട്ട് വിക്ടറിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ലാർസൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. വീടല്ല തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസാണെന്ന് തോന്നുന്നു. അവിടെ എത്തിയതിനു ശേഷം അവരുടെ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവരെന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വിരുന്നിന് നീയും വരണം വിക്ടർ, കാരണം അവിടെ വെച്ച് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ രാത്രി ലാർസൻ പറഞ്ഞതുപോലെ തന്നെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് ഇന്ന് വലിയ പാർട്ടി നടക്കാൻ പോവാണ്. അവിടെ എത്തിയ സമയത്ത് ലാർസൻ വന്നിട്ട് വിക്ടറിനോട് നന്നായിട്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. വിക്ടറെ, നീ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാനും ഒരു ഡോക്ടറാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ടാലന്റ് ഒന്നുമില്ല. കൈയും കാലൊക്കെ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിനെ തുന്നി ചേർക്കുന്ന ആ ഒരു ജോലി അത്ര തന്നെ, അതിൽ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നെ കാണിച്ചു തരാണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ഫലകം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അന്നത്തെ കാലത്ത് ശരീരത്തിനെ കുറിച്ചുള്ള അറിവുകൾ എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്. അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ള ഒരു കാര്യം കൂടിയാണ്. സോ അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകളെ കുറിച്ച് വളരെയധികം കൃത്യമായിട്ട് നോട്ട് ചെയ്ത ഒരു പലകയുണ്ടായിരുന്നു. വളരെയധികം വില കൊടുത്തുകൊണ്ട് ലാർസൻ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതിപ്പോ നമ്മുടെ ഒരു വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് വിക്ടർ ആകെ ഞെട്ടിപ്പോവാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നോ? പിന്നീട് ആ ഞരമ്പ് മുഴുവനായിട്ടും മനുഷ്യ ശരീരത്തിലെ ഓരോ നാഡീഗ്രന്ഥികളാണത്. അത് മുഴുവനായിട്ടും വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ നിരീക്ഷണത്തിന് ശേഷം പറയാണ്, ഇപ്പോഴാണ് എനിക്ക് എന്റെ അബദ്ധം മനസ്സിലായത്. അതായത് ഞാൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ശവത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തായിരുന്നു ഇത്രയും നാളും ഞാൻ കരണ്ട് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അവിടെയല്ല, ആ ശവത്തിന്റെ പിൻഭാഗം ഉണ്ടല്ലോ, നട്ടലിന്റെ ഭാഗത്താണ് കരണ്ട് കൊടുക്കേണ്ടത്. എന്നാലേ നെർവുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇതേ സമയത്ത് തന്നെ ഈ ലാർസൻ പറയാണ്, നീ ചെയ്യേ, ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യേ, അതിന് എത്ര രൂപ വേണമോ അത് മുഴുവൻ ഞാൻ നിനക്ക് തരാന്ന് പറയണം. പക്ഷെ എന്തിനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പൈസ തരുന്നേ എന്ന് ഒരു സംശയത്തോട് വിക്ടർ ചോദിച്ചപ്പോൾ ഈ ലാർസൻ പറയാണ്, അത് പിന്നെ ഇതിന്റെ ഒരു പാഷനാണ്. മാത്രമല്ല ഈ കണ്ടുപിടുത്തം പൂർണ്ണമായി കഴിഞ്ഞാൽ അതിന്റെ പാറ്റന്റ് ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് എന്ത് വേണമെങ്കിലും അത് കൊടുക്കാമെന്ന് ലാർസൻ വാക്ക് പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെ അനിയനായിട്ടുള്ള വില്യം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അനിയനെ കണ്ടപാടിനെ കെട്ടിപ്പിടിക്കലും സംസാരിക്കലൊക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങോട്ടേക്ക് പോവാണ്. അതുപോലെ തന്നെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന എലിസബത്തും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ സാധാരണ പെൺകുട്ടികളെ പോലെയുള്ള ഒരു സ്വഭാവമായിരുന്നില്ല അവൾക്ക്. അതെന്താണെന്നറിയോ അങ്ങനെ പറയാൻ കാരണം? അവള് വന്നപാട് തന്നെ അവളുടെ അങ്കിളായിട്ടുള്ള ഡോക്ടർ ലാർസന്റെ ലാബിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ തലയോട്ടി അത് കയ്യിലെടുത്തുകൊണ്ട് വളരെ അതിശയത്തോടു കൂടിയിട്ട് അവൾ നോക്കുകയാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, സാധാരണ പെൺകുട്ടികളെ പോലെ പൂവും ചിത്രശലഭങ്ങളെന്നും ഇഷ്ടമുള്ള ഒരാളല്ല ഈ എലിസബത്ത്. സംതിങ് എന്തോ ഡിഫറെന്റ് ആണ് അവളുടെ ആ ഒരു തോട്ടെല്ലാം. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് അവരവിടുത്തെ ആ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വില്യം ഉണ്ടല്ലോ, അവന്റെ ഓരോ കാര്യങ്ങൾ പറയാണ്. ആള് ചെറുതാണെങ്കിലും അവന് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്. പൊളിറ്റിക്സിലെല്ലാം അവൻ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. അവൻ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ പറയാണ്. അതുപോലെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവന്റെ ആ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുമ്പോൾ വില്യം പറയുന്നത് അത് ഗവൺമെന്റ് ബാൻ ചെയ്ത കാര്യമല്ലേ. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എലിസബത്തും സംസാരിക്കുകയാണ് കേട്ടോ. അതായത് ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ മനുഷ്യർ ചെയ്യേണ്ട കാര്യമല്ലോ, അതിൽ കൈകടത്താതിരിക്കുന്ന നല്ലത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രസന്റ് ടൈമിലാണ്. അതായത് ആ ഒരു കപ്പലിൽ പരിക്കേറ്റ് കിടക്കുന്ന വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ദേഹത്തൊക്കെ മുറിവായതുകൊണ്ടും പരിക്കായതുകൊണ്ടും തീരെ വയ്യാതെ കിടക്കുകയാണ് അവനവിടെ. ഈ നേരത്താണ് ക്യാപ്റ്റൻ ആൻഡ്രൂസിന്റെ അടുത്തേക്ക് കമാൻഡർ വന്നിട്ട് പറയുന്നത്, സാറേ ഒരു കാര്യം ഞങ്ങൾ കണ്ടു, കുറച്ച് അകലെയായിട്ട് ആ ഒരു ക്രിയേച്ചറിനെ. വേഗം തന്നെ വന്നിട്ട് ക്യാപ്റ്റൻ ആൻഡ്രൂസ് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അവിടെ കാണാനില്ല. ഇപ്പൊ ക്യാപ്റ്റൻ പറയാണ്, ഏയ് അത് നിങ്ങളുടെ തോന്നലായിരിക്കും, അത് ചത്തുപോയിട്ടുണ്ടാവും. അതായത് കൂടെയുള്ള ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ചുമ്മാ പറഞ്ഞതാണ് ക്യാപ്റ്റൻ ആൻഡ്രൂസ്. ഇങ്ങനെ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനോട് ലാർസൻ പറഞ്ഞതുപോലെ തന്നെ ആ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലാർസൻ കൊടുക്കുകയാണ്. അതിനാദ്യമായിട്ട് വിക്ടറിന് വേണ്ടിയിരുന്നത് വലിയൊരു ബംഗ്ലാവായിരുന്നു. അതുപോലെ ഒരു ബംഗ്ലാവിലേക്ക് അവനെ കൊണ്ടുപോവാണ്. പിന്നീട് വേണ്ട ഓരോ കാര്യങ്ങളുടെ ലിസ്റ്റും വിക്ടർ കൊടുക്കുന്നുണ്ട്. അതിനൊടുവിൽ അവന്റെ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശവങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ
മരിക്കണം എന്ന് പറയാണ്. അതിനായിട്ട് ഇവർ നേരെ പോകുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച കുറെ ആൾക്കാരെ കാണാനായിട്ടാണ്. എന്നിട്ട് ഓരോ ആൾക്കാരെയും കണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് ഇതാ ഈ ഭാഗം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ എഴുതിയെടുക്കുകയാണ്. ഇനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാർസനും അയാളുടെ ആൾക്കാരും നോക്കിക്കോളും. ഇതേ നേരത്താണ് അവിടുത്തെ ആ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അവന്റെ അനിയന്റെ പെണ്ണായിട്ടുള്ള എലിസബത്തിനെ കാണുന്നത്. അതായത് അന്ന് കണ്ടപ്പോ തന്നെ എന്തോ അവളോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നിയായിരുന്നു. പക്ഷേ അനിയന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ്, മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ലല്ലോ. എന്നാലും അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവൻ അങ്ങോട്ട് ഫ്ലാറ്റ് ആയി പോയി. അതുകൊണ്ട് തന്നെ അവളെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ പോവാണ്. ഒരു പള്ളിയിൽ വെച്ച് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ എലിസബത്തിന് അറിയായിരുന്നു അവളുടെ പിന്നാലെ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ ഉണ്ട് എന്ന്. പിന്നീട് അവിടെ വെച്ച് ഒന്ന് രണ്ട് വർത്താനൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ്. ആ നേരം എലിസബത്തിന്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അതെന്ത് പുസ്തകമാണോ അറിയോന്ന് എലിസബത്ത് വിക്ടറിനോട് ചോദിച്ചപ്പോൾ വിക്ടർ പറയാണ് അത് പിന്നെ വല്ല കവിതകളായിരിക്കും, അല്ലെങ്കിൽ നല്ല നല്ല നോവലായിരിക്കും. എന്നാൽ എലിസബത്ത് പറയാണ് ഹേ അതൊന്നുമല്ല, ഇത് ഒരുപാട് ഇൻസെക്റ്റുകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പ്രാണികൾ, വ്യത്യസ്തമായ ജീവികൾ, അവയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളാണിത്. സാധാരണ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വായിക്കുന്ന പുസ്തകമേ അല്ല. എന്നിട്ടിപ്പോ എലിസബത്ത് അവളുടെ ആഗ്രഹങ്ങളും ആശകളെ കുറിച്ചും പറയാണ്. അതായത് എന്റെ ഇഷ്ടം എന്താണെന്നറിയോ, ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രാണികളെ കാണുക, അതിനെക്കുറിച്ച് പഠിക്കുക, എന്തൊരു ഇഷ്ടമാണെന്നറിയോ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, മനുഷ്യനും അല്ല മൃഗവുമല്ല, അങ്ങനെ അല്ലാത്തൊരു സാധനത്തിനെ നേരിട്ട് കാണണമെന്ന് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത ആഗ്രഹം, ഒരു വല്ലാത്ത പെണ്ണ് തന്നെ. ഈ പ്രായത്തിൽ ഇങ്ങനത്തെ ഓരോ പൂതി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. എന്തായാലും ഇതേ സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഡാൻസ് തുടങ്ങുകയാണ്. എന്നാ പിന്നെ നമുക്കും കളിക്കാന്ന് പറഞ്ഞിട്ട് എലിസബത്തും വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനും കൂടെ നൈസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നീട് അതൊരു സ്ഥിരം പരിപാടി ആവുന്നുണ്ട് കേട്ടോ. കാണിക്കുന്നത് വലിയ ചെറ്റത്തിലാണ് എന്ന് അവനും അറിയാം, കാണുന്ന നമുക്കും അറിയാം. ഇതേ നേരം തന്നെ ലാർസൻ അദ്ദേഹത്തിനോട് പറഞ്ഞ എല്ലാ സാധനവും ഇപ്പൊ വിക്ടറിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മനുഷ്യ ശരീരമൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം വെട്ടി കീറി ഓരോ പീസാക്കി അവിടെ വെച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ പറയുന്നത് സങ്കല്പിച്ചു നിങ്ങൾ. ഗവേഷണവും പരീക്ഷണവും ഇതൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ മറുവശത്ത് സ്വന്തം അനിയന്റെ ഭാര്യ അല്ലെങ്കിൽ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വളയ്ക്കാനുള്ള എല്ലാ പരിപാടിയും വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഇഷ്ടം ഈ പൂമ്പാറ്റകളെയും പ്രാണികളെയും ഇതൊക്കെയാണല്ലോ. സോ അങ്ങനെയുള്ള സാധനങ്ങളെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പരീക്ഷണം അത് നല്ല വേഗത്തിലാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, വളരെ സ്ലോ ആണ്. അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് ചെറിയ ബാറ്ററി ഉപയോഗിച്ച് ആ മനുഷ്യ ശരീരത്തെ വർക്കാക്കിക്കാനല്ല അവൻ നോക്കുന്നത്, വലിയ ഇലക്ട്രിക്കൽ പവർ, അതായത് മിന്നലിന്റെ ആ ഒരു കറണ്ടിന്റെ പവറെല്ലാം ഉപയോഗിച്ച് വർക്കാക്കിക്കാനാണ് നോക്കുന്നത്. പക്ഷെ എങ്ങനെ നോക്കിയിട്ട് പുതിയ പരീക്ഷണം ഒരു മേനെ പിടിക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ആവുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ലാർസൻ വന്നിട്ട് അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്, വിക്ടറെ സമയം കഴിഞ്ഞു, ഒന്നാമത് യുദ്ധമെല്ലാം കഴിയാൻ പോവാണ്, 1-2 ആഴ്ച കൂടെ യുദ്ധമൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിനക്ക് ആവശ്യമായിട്ടുള്ള ശവങ്ങൾ കൊണ്ടുതരാൻ കഴിഞ്ഞത്. യുദ്ധം കഴിഞ്ഞാൽ എനിക്കത് കൊണ്ടുതരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരാഴ്ച മാത്രമേ ഞാൻ നിനക്കുള്ള ഫണ്ട് തരുള്ളൂ. എന്നാൽ ഈ സമയത്ത് വിക്ടർ പറയാണ് അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്, ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ലാർസൻ പറയാണ് ഇല്ല, ഒരൊറ്റ ആഴ്ച ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. പിന്നീട് കഷ്ടപ്പെട്ട് നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഈ ഒരു ഗവേഷണത്തിന്റെ പുറത്ത് തന്നെ, എന്നിട്ടും യാതൊരു റിസൾട്ടും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എലിസബത്ത് അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെട്ടിയിട്ട ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും കൂടിയാണ് എലിസബത്ത് നോക്കുന്നത്. അതായത് അവളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഏകദേശം ഈ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഇതുപോലെ തന്നെയാണ്. പിന്നീട് അന്ന് ഫ്രാങ്കൻസ്റ്റൈൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു പൂമ്പാറ്റ അതിനെ ആ ഒരു കൂട്ടിൽ അവിടെ വെച്ചിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഏകദേശം എന്റെ അവസ്ഥ ഇപ്പൊ ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അവൾ പറയാണ് അവളൊരു ഫാമിലിയുടെ ട്രാപ്പിലാണ്, അവൾക്കായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല, ഈ കല്യാണത്തിന് അവൾക്ക് വലിയ താല്പര്യമില്ല, വിക്ടറിനോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഈ കാര്യം വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് മനസ്സിലായി കേട്ടോ. അതായത് ഗവേഷണവും പരീക്ഷണവും ഒരു ഭാഗത്ത്, സ്നേഹിച്ച പെണ്ണാണെങ്കിൽ മറ്റൊരു ഭാഗത്ത്, ഏതിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് അവന് മനസ്സിലാവുന്നേ ഇല്ല. ആ സമയത്തൊക്കെ നല്ല ടെൻഷൻ കൊണ്ട് ഓരോ ഭ്രാന്തുകൾ കാണിച്ചു കൂട്ടുമ്പോൾ പെട്ടെന്ന് അവനൊരു ഐഡിയ കിട്ടുകയാണ്. അതായത് ഇത്രയും ദിവസം ഒരു ശവം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുതുകിന്റെ ഒരു ഭാഗത്താണ് അവൻ പതിയെ കരണ്ട് കൊടുത്തത്. ആ കൊടുത്ത സ്ഥലത്തല്ല കൊടുക്കേണ്ടത്, അവൻ കൊടുത്ത ഇനി കുറച്ചുകൂടെ മുകളിലായിട്ട് തലയുടെയും ആ കഴുത്തിന്റെയും ഭാഗത്താണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു കരണ്ടിന്റെ കണക്ഷൻ അങ്ങോട്ടേക്ക് കൊടുത്തു നോക്കിയപ്പോൾ ആ ശവത്തിന്, ആ ഭീകരരൂപത്തിന് പെട്ടെന്ന് ജീവൻ വരികയാണ്. അത് കിടന്ന് പിന്നീട് ഉറക്കനെ കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ അവനുണ്ടാക്കിയ സാധനമാണെങ്കിലും അതിനെ കണ്ട് പേടിച്ച് പിന്നിലേക്ക് വീഴുകയാണ്. വേഗം തന്നെ അതിന്റെ പുറത്ത് നിന്ന് ആ ഒരു കരണ്ടിന്റെ കണക്ഷൻ ഊരിക്കളയാണ്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ കാര്യം വേഗം തന്നെ ലാർസനെ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു ശവത്തിന് പൂർണ്ണമായിട്ടുള്ള രൂപം ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാർസനും വിക്ടറും നേരെ പോകുന്നത് യുദ്ധം നടന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ വെച്ച് നല്ല ആരോഗ്യമുള്ള പട്ടാളക്കാരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് ഇവർ മുറിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അവർ പൂർത്തീകരിക്കാതെ വെച്ച ആ ഒരു ശവം ഉണ്ടല്ലോ അതിന്റെ ഓരോ ഭാഗത്തായിട്ട് തുന്നി പിടിപ്പിക്കുകയാണ്. ഇതെല്ലാം പഴയ ആ ഒരു ക്യാമറയിലൂടെ ലാർസൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ അധികം മണിക്കൂറത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഒരു പൂർണ്ണ മനുഷ്യരൂപം ഇവരുണ്ടാക്കിയെടുക്കുകയാണ്. എന്നാൽ അതിനിപ്പോ ജീവൻ വന്നിട്ടില്ല. എന്നാൽ ഈ സമയത്ത് പുറത്ത് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്, ഇടിയും വെട്ടുന്നുണ്ട്, മിന്നലെറിയുന്നുണ്ട്. സോ ആ മിന്നലിന്റെ കരണ്ടിന്റെ പവർ ഉപയോഗിച്ച് ആ കരണ്ടിന്റെ പവർ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ ഇതിന് ജീവൻ വരുമെന്ന് ഇപ്പൊ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന് മനസ്സിലായി. സോ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പോവാണ് വിക്ടർ. ഇപ്പോ ഇതേ നേരം അവിടെ
അവിടെ ഇപ്പോൾ ഒളിച്ചിരുന്ന ലാർസൻ നമ്മുടെ വിക്ടറിനെ വിളിക്കുകയാണ്. വിക്ടറെ, ഒരു സഹായം ചെയ്യോ, ദാ അവിടെ എന്റെ മരുന്നുണ്ട്, അതൊന്നും എടുത്ത് കൊണ്ടു തരുമെന്ന് ചോദിക്കുകയാണ്. അതുപോലെ ആ ഒരു മരുന്ന് വിക്ടർ ഇപ്പോൾ ഇയാൾക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ഇയാളിപ്പോൾ എന്തിനാ ഒളിച്ചിരിക്കുന്നതെന്ന് വരെ വിക്ടറിന് തോന്നുകയാണ്. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് പോയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അയാൾ തലയിൽ വെച്ചത് അയാളുടെ വിഗ് ആയിരുന്നു. അയാളുടെ മുടിയെല്ലാം നരച്ച് തലയിലൊക്കെ നിറയെ മുറിവുകളായിട്ട് എന്തോ ഒരു രോഗമാണ് ആ ഒരു മനുഷ്യന്. ഇപ്പൊ ലാർസനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിക്ടർ, എന്റെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി അധികം നാളില്ല. മാത്രമല്ല ഈ രോഗം എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ബാധിച്ചിരിക്കുകയാണ്. എന്റെ ഇറച്ചി, എല്ലുകള്, എല്ലാ ഭാഗത്തേക്കും. പക്ഷെ എനിക്ക് യാതൊരു വിഷമവുമില്ല മരിച്ചു കഴിഞ്ഞാൽ. കാരണം ഞാൻ മരിച്ചാലും എന്നെ നീ പുനർജീവിപ്പിക്കുകയല്ലോ, അതിനുള്ള സയൻസ് നിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് കേട്ട സമയത്ത് വിക്ടർ പറയണു, ഓഹോ, അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ പ്ലാന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ലാർസൻ, ഓൾറെഡി നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് നശിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിലേക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള കറണ്ട് കയറ്റി വിട്ടാൽ അതൊന്നും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ വെന്ത് കരിഞ്ഞു പോവുകയുള്ളൂ, അല്ലാതെ നിങ്ങൾ പുനർജനിക്കില്ല എന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം നമുക്ക് പൂർത്തീകരിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ചെറിയ ഹാൻഡിനെയൊക്കെ എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോണ്. ആ നേരത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നൽ അടിക്കുന്നുണ്ട്. ഇപ്പൊ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ അവന്റെ കൂടെ കയറി വന്ന ലാർസൻ പറയാണ്, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ, നിനക്ക് ഞാൻ വേണമെങ്കിൽ എന്തും തരാം, എന്റെ കാശ് മുഴുവൻ, എന്റെ സമ്പാദ്യം മുഴുവൻ, പോട്ടെ ആ പെണ്ണിനെ, എന്റെ അനന്തരവള് എലിസബത്തിനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അവളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരട്ടെ. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ വിക്ടർ പറയാണ്, എടോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എനിക്ക് ചെയ്യാം എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ശരീരം മുഴുവൻ അസുഖം കാരണം നശിച്ചിരിക്കുകയാണ്. നിങ്ങളെ പുനർജനിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് എന്തായാലും ഈ ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഓരോ മെഷീൻസും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം, ഒരു മെഷീനാ തോന്നുന്നു, അത് കയ്യിലെടുത്തുകൊണ്ട് ഇപ്പൊ ലാർസൻ പറയാണ്, ഓഹോ, അപ്പൊ എന്നെ നിനക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് നീ പൂർത്തീകരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അത് താഴേക്ക് എറിയാൻ നിൽക്കുമ്പോൾ ഇപ്പൊ വിക്ടർ പറയാണ്, നിങ്ങൾ അത് ചെയ്യരുത്. കാരണം ഈ പരീക്ഷണം നമ്മൾ രണ്ടുപേരും കൂടിയാണ് കമ്മിറ്റ് ചെയ്തത്. ഇതിന്റെ വിജയം നമുക്ക് രണ്ടുപേർക്കുമാണ്. അതൊന്നും ആലോചിക്കും നിങ്ങൾ. ആ നേരം ലാർസൻ പറയാണ്, എടാ, ഞാൻ മരിക്കാൻ പോവാണ്. എനിക്ക് ഈ പരീക്ഷണം വിജയിച്ചാലെന്ത്, ഇനി തോറ്റാലെന്ത്. ഇത് പറഞ്ഞ ആ സാധനം താഴേക്ക് എറിയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിക്ടർ അയാളെ കയറി പിടിക്കുകയാണ്. അവരൊന്തും തള്ളാവാണ്. ഇതിനിടയിൽ ലാർസന്റെ കാല് തന്നെ അയാൾ താഴേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് വിക്ടറിന് അയാളുടെ കയ്യിൽ പിടുത്തം കിട്ടി. എന്നാൽ അയാൾ നേരത്തെ പറഞ്ഞിരുന്നു അയാളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ആ രോഗം ബാധിച്ചു കഴിഞ്ഞു എന്ന്. ഇപ്പൊ വിക്ടർ അയാളുടെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അയാളുടെ കൈ അവിടുന്ന് അടർന്നു വരികയാണ് കേട്ടോ. ലാർസൻ പിന്നീട് താഴേക്ക് വീണ് അയാളുടെ ശരീരം മുഴുവൻ പൊട്ടി മരിച്ചു പോവാണ്. താഴേക്ക് വന്ന് നോക്കിയ വിക്ടറിന് ഒരു കാര്യം മനസ്സിലായി, ഇയാളെ ഇനിയിപ്പോ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പരീക്ഷണം അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. വേഗം മുകളിലേക്ക് പോവാണ്. ഈ ഇടിമിന്നൽ ഇതെല്ലാം മാറുന്നതിന് മുന്നേയായിട്ട് ആ ഒരു മെഷീൻ മുഴുവനായിട്ട് ഓണാക്കി ആ ആന്റിനയിലേക്ക് ഇപ്പോൾ ഇടിമിന്നൽ അടിക്കുന്നുണ്ട്. അതിലൂടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു കരണ്ട് താഴേക്ക് വന്ന് ഇപ്പോൾ ഈ വിക്ടർ ഉണ്ടാക്കി വെച്ച ആ ഒരു ശവത്തിന്റെ ദേഹത്തേക്ക് ആ കരണ്ട് കയറുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണ് അവൻ വിചാരിച്ചതുപോലെ തന്നെ. പക്ഷെ ഒരു പ്രശ്നം, അതായത് ഇത്രയും പവറുള്ള കരണ്ട് അവന്റെ ആ ഒരു ശരീരത്തിലൂടെ കടത്തി വിട്ടിട്ടും ആ സാധനം ഇപ്പൊ എഴുന്നേൽക്കുന്നില്ല, അതിന് ജീവൻ വെക്കുന്നില്ല. കുറെ നേരം വിക്ടർ നോക്കി. അവസാനം ദേഷ്യം വന്ന് ആ ശവത്തിനിട്ട് കുറെ ഇടിച്ചും കുത്തിയും കലിപ്പി തീരാതെ അവൻ സങ്കടത്തിൽ പോയിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അതായത് അവന്റെ ആ ഒരു പരീക്ഷണം മുഴുവൻ ഫെയിൽ ആയിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇനി ഒരു ഫണ്ടറും ഇല്ല. ഫണ്ടറായിരുന്ന ലാർസൻ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു സങ്കടം കൊണ്ട് രാവിലെ വരെ ഒരു ബോധവും ഇല്ലാതെ കിടന്നങ്ങോട്ട് ഉറങ്ങിക്കളയാണ്. എന്നാൽ നേരം വെളുത്തു, സൂര്യപ്രകാശം വരാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റപാട് തന്നെ അവന്റെ തൊട്ട് മുന്നിൽ ഒരു കാര്യം കണ്ട് അവനാകെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം ഇന്നലെ അവൻ ഉണ്ടാക്കി വെച്ച ആ എന്താ അതിന് പറയണ്ടേ, ആ ക്രിയേച്ചർ, മനുഷ്യനല്ല ഒരു മൃഗമല്ലാത്ത ഒരു സാധനം, അത് അവന്റെ മുന്നിൽ ഇപ്പൊ വന്ന് നിൽക്കുകയാണ്. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈന് മനസ്സിലാവുന്നില്ല. കാരണം അവന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ എലിസബത്തിനെ നോക്കുകയാണെങ്കിൽ അവളുടെ അങ്കിൾ ആയിട്ടുള്ള ലാർസൻ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് ദിവസമായി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടി പോകാന്ന് നമ്മുടെ വില്യമിനോട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ വിക്ടർ അവൻ ഉണ്ടാക്കിയ ആ ഒരു ക്രിയേച്ചറിന്റെ മുടിയെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലേഡ് തട്ടി അതിന്റെ കൈ മുറിഞ്ഞു പോവാണ്. അതായത് അവൻ തന്നെ ആ ഒരു ബ്ലേഡ് എടുത്തതാണ്. വേഗം തന്നെ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയാണ്. ഇത് കണ്ട് വിക്ടർ ആകെ അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതകരമായിട്ടുള്ള മനുഷ്യ ശരീരം കൊണ്ട്, അതായത് പല മനുഷ്യരുടെയും ശരീരം ഉപയോഗിച്ച് ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കാൻ നോക്കിയപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവശാലും മരിക്കാത്ത ഒരു ചിരഞ്ജീവിയാണ്. അമരത്തുള്ള ഒരു വല്ലാത്തൊരു ജീവിയെ. ശരിക്കും അവന്റെ കണ്ടുപിടുത്തം അവന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വരെ അവൻ ആ ഒരു നിമിഷം തോന്നിപ്പോവുകയാണ്. ഇതേ നേരം പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് വിക്ടർ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ വില്യം അതുപോലെ തന്നെ എലിസബത്ത് ആയിരുന്നു. എലിസബത്ത് വന്ന പാടിന് ചോദിക്കുന്നത് എന്റെ അങ്കിള് ലാർസൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ വിക്ടർ പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി, എനിക്ക് നിങ്ങളെ ചില കാര്യങ്ങൾ കാണിച്ചു തരേണ്ടത് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ്. എന്നാൽ എലിസബത്ത് മറ്റെന്തോ ശബ്ദം കേട്ട് അവരുടെ കൂടെ പോവാതെ നേരെ ബേസ്മെന്റിലേക്ക് പോവാണ്. പോയി നോക്കുമ്പോ എന്താ, അവിടെ ഒരു ചങ്ങലയില് വിക്ടർ ഉണ്ടാക്കിയ ആ ഒരു ക്രിയേച്ചറിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അറിയാലോ, എലിസബത്തിന് ഇതുപോലെയുള്ള വ്യത്യസ്തമായ സാധനങ്ങളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് യാതൊരു പേടിയില്ലാതെ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ തൊടുകയാണ്. ഇപ്പൊ ആ ഒരു ക്രിയേച്ചർ ആണെങ്കിൽ എലിസബത്തിന്റെ കൈകളിലും പതിയെ പതിയെ തൊട്ട് നോക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഒരു സ്ത്രീ അവൻ തൊടുന്നത്. പക്ഷെ അവന്റെ ദേഹത്തെ ആ ഒരു മുറിയുടെ പാടുകളൊക്കെ കണ്ടപ്പോൾ എലിസബത്ത് വിചാരിക്കുകയാണ് ഇത് വിക്ടർ ആണ്
ആരാണ് ചെയ്തതെന്ന്, അതുപോലെ ഇതാരാണ് ചെയ്തതെന്ന് അതിനോട് ചോദിച്ചപ്പോൾ അത് വിക്ടർ വിക്ടർ എന്ന് പറയാണ്. കാരണം അതിനോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനാകെ പറയാൻ കഴിയുന്ന കാര്യം അതിന്റെ സൃഷ്ടാവായിട്ടുള്ള വിക്ടറിന്റെ പേര് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്തത് ആരാണെന്ന് ചോദിച്ചപ്പോൾ വിക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ എലിസബത്ത് നേരെ വിക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പരീക്ഷണത്തിന്റെ പേരിൽ ആ പാവത്തിന് നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇപ്പൊ വിക്ടർ പറയണത് നീ തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, നീ ഇങ്ങോട്ട് വാ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാന്നുണ്ട്. രണ്ടുപേരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് മനസ്സിലായി കേട്ടോ, അതായത് വിക്ടർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം ജന്തുവാണിതെന്ന്. മാത്രമല്ല ഓരോ ദിവസം കൂടുമ്പോഴും ഇതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് വല്ലാതെ കൂടി വരുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാവരും കിടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വിക്ടറിന്റെ അടുത്തേക്ക് അനിയനായിട്ടുള്ള വില്യം വന്നിട്ട് പറയണ, ചേട്ടാ ഒരു കാര്യം ആലോചിക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് നമ്മുടെ സ്വഭാവം എന്താണെന്ന് നിയന്ത്രിക്കുന്നത്. ചേട്ടൻ ഉണ്ടാക്കി വെച്ച ആ ഒരു രാക്ഷസൻ അതിന്റെ ഉള്ളിൽ എന്താണ്, അതിനെ നിയന്ത്രിക്കുന്നത് എന്താണ്, അത് ചേട്ടനെ അറിയോ? അത് കാരണം നാശമാണോ അല്ലെങ്കിൽ നന്മയാണോ നമ്മുടെ ലോകത്തിന് വരാൻ പോകുന്നതെന്ന് ചേട്ടനെ അറിയോ? എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നു പറയണം. പിന്നീട് രണ്ടുപേരും ഉറങ്ങുന്നത് ഇത് കണ്ട സമയത്ത് പതിയെ നമ്മുടെ എലിസബത്ത് എഴുന്നേറ്റ് ആ ക്രിയേച്ചറിന്റെ അടുത്തേക്ക് പോണ്. ഇതേ നേരം തന്നെ ആ ഒരു ക്രിയേച്ചർ ആണെങ്കിൽ താഴേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു ഓട, അതിലൊരു ഇലയിടുകയാണ്. അത് ഒഴുകി പോകുന്നത് അങ്ങനെ നോക്കിയാവും പോയ സമയത്ത് ആ കനാലിലൂടെ അത് നേരെ ചെന്ന് പതിക്കുന്നത് ഒരു വെള്ളക്കെട്ടിലേക്കാണ്. പിന്നീട് അവൻ അതിലൂടെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ എലിസബത്ത് ഉണ്ടായിരുന്നു. എലിസബത്ത് വന്ന് അതിനോട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അറിയാലോ, ഇതുപോലെയുള്ള വിചിത്രമായ ജന്തുക്കളെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോൾ അവളെയും കാത്തുകൊണ്ട് അവിടെ നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ടായിരുന്നു. വിക്ടർ ഇപ്പോൾ എലിസബത്തിനോട് പറയുന്നുണ്ട്, എലിസബത്തെ നീ കരുതുന്നത് പോലെ അതൊരു മനുഷ്യജീവിയല്ല, നമുക്ക് എന്താണെന്ന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിയേച്ചറാണ്, നീ അതിനോട് ഒരുപാട് അടുക്കണ്ടെന്ന് പറയാണ്. എന്നാൽ അതൊന്നും വലിയ മൈൻഡ് ആക്കാതെ എലിസബത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ആ ക്രിയേച്ചറിന്റെ അടുത്തേക്ക് വിക്ടർ നേരെ ചെല്ലുകയാണ്. എന്നിട്ട് അതിനോട് ചോദിക്കുകയാണ്, എന്താടാ ഒരു പെണ്ണിനെ കണ്ട സമയത്ത് നിനക്കൊരു ഇളക്കം പോലെ, എന്തായാലും പ്രാക്ടീസ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഓരോ വാക്കുകളായിട്ട് പറയിപ്പിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ എന്ത് പറഞ്ഞു കൊടുത്താലും വിക്ടർ വിക്ടർ എന്നല്ലാതെ ഈ ക്രിയേച്ചർ പറയുന്നില്ല. അതുകൊണ്ട് ദേഷ്യം വന്ന് വിക്ടർ ഒരു കമ്പി വെച്ച് അതിനെ അടിക്കുകയാണ്. എന്നാൽ ദേഹം നൊന്തപ്പോൾ അതിന് വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അലർച്ചയും ആ കമ്പി മേടിച്ച് ഒടിച്ചൊരു ഏറെറിയാണ്. അതായത് വിക്ടറിന് ഇപ്പൊ മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല, ശരിക്കും ഒരു രാക്ഷസനാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ തന്റെ അനിയനായിട്ടുള്ള വില്യമിനോട് ഈ കാര്യം വിക്ടർ പറയുന്നുണ്ട്. സംഗതി ചെറുതായിട്ടൊന്ന് പാളിക്കെടുക്കുകയാണ്. അതുപോലെ നിന്നോട് മറ്റൊരു രഹസ്യം പറയാണ്ട്, നീ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞിട്ട് ഒരു മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകണം. അവിടെ നമ്മുടെ എലിസബത്തിന്റെ അമ്മാവനായിട്ടുള്ള ലാർസന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. അതായത് ലാർസൻ മരണപ്പെട്ടു പോയത് ആ ഒരു ക്രിയേച്ചർ കാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നുണ പറയാണ്. പക്ഷേ ഈ വിവരം ഒരിക്കലും എലിസബത്ത് അറിയാൻ പാടില്ല. ഈ നേരം വില്യം പറയാണ്, ഞാൻ ഒരിക്കലും അവളോട് ഈ ഒരു കാര്യം പറയില്ല. പക്ഷേ വിക്ടറെ, നീ ഒരു കാര്യം ചെയ്യണം, ഈ ഒരു കൊട്ടാരം വിട്ട്, അതായത് ഈ ബംഗ്ലാവ് വിട്ട് ഒരു കാരണവശാലും ആ ക്രിയേച്ചർ പുറത്തേക്ക് വരാൻ പാടില്ല. അതിനെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഈ വിവരം ഞാൻ എലിസബത്തിനോട് പറയില്ല. അങ്ങനെ അവർക്കിടയിൽ ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. പിന്നീട് വില്യം എലിസബത്തിനെയും കൂട്ടി ഇവിടുന്ന് പോവാണ്. അവർ പോയി എന്ന് ഉറപ്പായ സമയത്ത് വിക്ടർ കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് ആ കൊട്ടാരം മുഴുവൻ അത് ഒഴിക്കുകയാണ്. അവസാനം ആ ഒരു ക്രിയേച്ചറിനെ വെച്ച റൂമിലും അത് കൊണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വിക്ടർ ചോദിക്കുന്നുണ്ട്, എന്റെ പേരല്ലാതെ നിനക്ക് മറ്റെന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു എന്ന് പറയണം. ഈ സമയത്ത് ആ ഒരു ക്രിയേച്ചർ അതാദ്യമായിട്ട് വിക്ടർ അല്ലാതെ മറ്റൊരു പേര് പറയണം. എന്താണ് ആ പേര്? എലിസബത്ത് എന്ന്. ശരിക്കും വിക്ടർ ആകെ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ അവനൊന്നും നോക്കിയില്ല, ആ ഒരു ബംഗ്ലാവിന് അവൻ തീ വെക്കുന്നുണ്ട്. എന്നാൽ ആ നേരത്ത് ആ ഒരു ക്രിയേച്ചർ ഉറക്കൻ അലറി കരയുന്നുണ്ടായിരുന്നു, വിക്ടർ വിക്ടർ എന്ന് വിളിച്ചിട്ട്. കുറെ കഴിഞ്ഞപ്പോ വിക്ടറിന് എന്തോ മനസ്സ് മാറി, അവനെന്തോ പറ്റുന്നില്ല, അതിനെ രക്ഷിച്ചേക്കാം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് വിക്ടർ അവിടുന്ന് തെറിച്ച് വീണു പോകണം. ഇതേ നേരം തന്നെ ഇവിടുന്ന് പോയ എലിസബത്തിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് വില്യത്തിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നായിരുന്നു. അവള് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ബംഗ്ലാവിൽ നിന്ന് കത്തുകയാണ്. അതുപോലെ പരിക്കേറ്റ് കിടക്കുന്ന വിക്ടർ. തൽക്കാലം ഇപ്പോ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവരവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റ് ടൈം കാണിക്കുകയാണ്. അതായത് പരിക്കേറ്റ് ആ ഒരു കപ്പലിൽ കിടക്കുന്ന വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ, അവന്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോ ക്യാപ്റ്റൻ ആൻഡ്രൂസ് ഉണ്ട്. അദ്ദേഹത്തിനോട് ഈ ഒരു കഥ മുഴുവനും ഇപ്പൊ വിക്ടർ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതേ നേരം ആരോ കഥവ് മുട്ടുകയാണ്. വാതിൽ പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ തുറക്കുന്നുണ്ട് കേട്ടോ. തുറന്ന സമയത്ത് തൊട്ട് മുന്നിൽ ആരാണ്? ആ ഒരു ക്രിയേച്ചർ. അപ്പൊ തന്നെ ആ ഒരു ക്യാപ്റ്റനെ ഈ ക്രിയേച്ചർ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് വിക്ടർ പറയണം, ഒരു കാരണവശാലും അയാൾ ഒന്നും ചെയ്യരുത്, നിനക്ക് എന്നെയല്ലേ വേണ്ടത്, എന്നെ എടുത്തു എന്ന് പറയണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആൻഡ്രൂസ് പേടിച്ച് വിറച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുപോലൊരു ഭീകരന്റെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ സെക്കൻഡുകൾ മതി മരിക്കാനായിട്ട്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ ആ ഒരു ക്രിയേച്ചർ ശാന്തനാവുകയാണ്. എന്നിട്ട് അത് നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്റെ സൃഷ്ടാവ്, അയാൾ പറഞ്ഞ കഥയല്ലേ നിങ്ങൾ കേട്ടത്, ഇനി എന്റെ ഭാഗം, എന്റെ കഥ നിങ്ങൾ കേൾക്കുന്ന പറയാണ്. അതായത് അന്ന് ആ ഒരു ബംഗ്ലാവിന് തീയിട്ട സമയത്ത് രക്ഷപ്പെടുത്താനായിട്ട് ഈ ക്രിയേച്ചർ ഒരുപാട് തവണ വിളിച്ച് കോവിയായിരുന്നു. എന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അത് ആ ഒരു ചങ്ങല മുഴുവൻ വലിച്ച് പൊട്ടിച്ച് ഇവിടുത്തെ ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതുവഴി പുറത്തേക്ക് പോവാണ്. അവൻ നേരെ ചെന്ന് വീണത് കടലിലേക്കാണ്. പിന്നീട് കണ്ണു തുറന്ന സമയത്ത് ഏതോ ഒരു തീരത്ത് അവൻ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ പതിയെ എഴുന്നേറ്റ് നടന്നു ഒരു കാട്ടിലേക്ക് എത്തി. ആ ബംഗ്ലാവിന്റെ ബേസ്മെന്റ് അല്ലാതെ പുതിയൊരു ലോകത്തെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ കാട്ടിൽ ഒരുപാട് പേര് മരിച്ചു വീണിട്ടുണ്ട് തോന്നുന്നു. കാരണം ഒരുപാട് തലയോട്ടികൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില അഴുകിയ വസ്ത്രങ്ങളും. അതിലൊരെണ്ണം എടുത്ത് ഇപ്പൊ
ഇപ്പൊ ഈ ഒരു ക്രിയേച്ചർ ധരിക്കുകയാണ്. പിന്നീട് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു മാനിനെ ഈ ക്രിയേച്ചർ കാണുന്നുണ്ട്. പതിയെ അതിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന ചെടിയിലെ പഴങ്ങൾ അതിന് പറിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നും കുറച്ച് ഈ ക്രിയേച്ചറും കഴിക്കുന്നുണ്ട്. എന്നാൽ അതേ നേരത്താണ് ഒരു വെടിവെച്ച് കേൾക്കുന്നത്. വെടിക്കൊണ്ടത് ആ ഒരു മാനിനാണ്. വെടിവെച്ച 2 വേട്ടക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രിയേച്ചറിനെ കാണാൻ കുറച്ച് വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് തന്നെ വേട്ടക്കാർ അവനെയും ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ പേടി കാരണം ഈ ഒരു ക്രിയേച്ചർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഓടി ഓടി കാട്ടിന്റെ ഉള്ളിൽ കണ്ട ചെറിയൊരു ഷെഡിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വേട്ടക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അതായത് വേട്ടക്കാരുടെ ഒരു ഏരിയ ആയിരുന്നു അത്. എന്തായാലും ശബ്ദമുണ്ടാക്കാതെ വിക്ടർ അവിടെ തന്നെ ഇരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവെല്ലാം പതിയെ പതിയെ ഉണങ്ങുന്നുണ്ട്. ഇപ്പോ ആ ഒരു വേട്ടക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ അച്ഛനാണെന്ന് തോന്നുന്നു, ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ. അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അച്ഛാ, ഇന്ന് ഞങ്ങൾ കാട്ടിലേക്ക് വേട്ടക്ക് പോയപ്പോഴേ വ്യത്യസ്തമായ ഒരു സാധനത്തിന് കണ്ടു. ഞങ്ങൾ എന്തായാലും 2 തവണ എന്നെ വെടിവെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടാവും പറയാണ്. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ക്രിയേച്ചർ കേൾക്കുകയാണ്. എന്നാൽ ഈ ക്രിയേച്ചർ ഇപ്പൊ ശ്രദ്ധിക്കുന്നത് കണ്ണ് കാണാത്ത ആ അപ്പൂപ്പനെയാണ്. കാരണം ആ അപ്പൂപ്പന് ചെറിയൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ ഇരുന്ന് ഈ ക്രിയേച്ചർ കേൾക്കുകയാണ്. അവരുടെ ആ ഒരു ഭാഷ, അവരുടെ സംസാര രീതികൾ, അവരുടെ ആ ഒരു പ്രവൃത്തി, ഇതെല്ലാം അവൻ നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല ആ അപ്പൂപ്പന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കാട് ഇതിനെ കാക്കുന്നത് ചില ആത്മാക്കളാണ്. അവരുടെ സംരക്ഷണം എപ്പോഴും ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ നല്ല തണുപ്പ് കാലം വരാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള വിറകും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ പേരക്കുട്ടിയോട് അപ്പൂപ്പൻ സംസാരിക്കുന്നത് ഈ ക്രിയേച്ചർ കേട്ടപ്പോൾ അതിന് മനസ്സിലായി ഇവർക്ക് ഒരുപാട് വിറകുകൾ ഇപ്പൊ ആവശ്യമാണെന്ന്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഇവരാരും അറിയാതെ ഇവർക്ക് ആവശ്യമുള്ള വിറക് മുഴുവനും അവിടെ ഈ ഒരു ക്രിയേച്ചർ കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അവർ അപ്പൂപ്പൻ വിചാരിക്കുകയാണ് ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇവരെ സംരക്ഷിക്കുന്ന ആ ആത്മാക്കളാണെന്നാ. പിന്നീട് മറഞ്ഞിരുന്നു കൊണ്ട് ഈ ക്രിയേച്ചർ ഇവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ അവിടെ വലിയൊരു ചെന്നായുടെ ആക്രമണം ഉണ്ടാവുകയാണ്. അതായത് ഇവർ വളർത്തിയ ആടിനെയും കോഴികളൊക്കെ ഇതൊക്കെ വന്ന് കൊന്നുകളയാണ്. ഈ ചെന്നായ്ക്കൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവറ്റകളെ വേട്ടയാടി കൊല്ലണം. അതുകൊണ്ട് തന്നെ അപ്പൂപ്പന്റെ മക്കൾ എല്ലാവരും അതിനെ കൊന്നു തീർത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അപ്പൂപ്പന്റെ അടുത്തേക്ക് ഈ ഒരു ക്രിയേച്ചർ ചെല്ലുകയാണ്. എന്നാൽ അവന്റെ പ്രസൻസ് മനസ്സിലായ അപ്പൂപ്പൻ പറയാണ്, നീയല്ലേ ഞങ്ങൾ ഇവിടെ മറിഞ്ഞിരുന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ക്രിയേച്ചർ അത് എതിർത്തില്ല കേട്ടോ. അതെ, ഞാനാണെന്ന് പറയാണ്. എന്നാൽ ഒരു തരി പോലും പേടിക്കാതെ ആ അപ്പൂപ്പനാണെങ്കിൽ ക്രിയേച്ചറിനോട് നന്നായിട്ട് സംസാരിക്കുകയാണ്. അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ആരാണ്, എവിടുന്നാ വന്നത്, നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ക്രിയേച്ചറിന് യാതൊന്നും ഓർമ്മയില്ല. എല്ലാം ആ അപകടത്തിൽ അവൻ മറന്നുപോയി. അപ്പൊ അപ്പൂപ്പൻ അവനോട് പറയാണ്, നിന്റെ ജന്മരഹസ്യം എന്താണെന്ന് നീ അറിയണം, നീ അത് തേടി പോകുന്നു പറയണം. അങ്ങനെ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ഓർമ്മ വെച്ച് ആ ഒരു ബംഗ്ലാവിലേക്ക് ഇപ്പൊ ആ ഒരു ക്രിയേച്ചർ എത്തുകയാണ്. ആ ബംഗ്ലാവൊക്കെ ആകെ കത്തി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പാതി കത്തിപ്പോയ ഒരു ലെറ്റർ അവന് കിട്ടുന്നുണ്ട്. അതിൽ ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ്റെ ഒരു ഫോട്ടോയും എഴുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴാണ് അവന് മുന്നത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. അവനെ കൊല്ലാൻ നോക്കിയത് വിക്ടറാണ്. അതുകൊണ്ട് തന്നെ വിക്ടറിനോട് അടങ്ങാത്ത പക ഇപ്പൊ ആ ഒരു ക്രിയേച്ചറിന് തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം, കൊല്ലണം. പക്ഷെ അതിനു മുന്നേ അപ്പൂപ്പന്റെ അടുത്ത് ഒന്നുകൂടെ പോകണം. അതിനായിട്ട് തന്നെ അപ്പൂപ്പന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അപ്പൂപ്പനെ ഒരുപാട് ചെന്നായ്ക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചെന്നായ്ക്കളെയും വലിച്ചു പിടിച്ച് ഓരോന്നിനായിട്ട് കീറിയെടുക്കുകയാണ് ഇപ്പോൾ ആര്, ഈ ഒരു ക്രിയേച്ചർ. ഇത് കണ്ട് ബാക്കിയുള്ള ചെന്നായ്ക്കൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഒരുപാട് പരിക്ക് പറ്റിയ ആ അപ്പൂപ്പൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന സമയത്ത് ഈ ഒരു ക്രിയേച്ചറിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് അപ്പൂപ്പൻ അവനോട് സംസാരിക്കുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൂപ്പൻ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അപ്പൂപ്പന്റെ മക്കൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവര് വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണ്, അപ്പൂപ്പൻ മരിച്ചു കിടക്കുകയാണ്. കൊന്നത് ഈ സാധനാന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും അവനെ അപ്പത്തന്നെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അവരിൽ നിന്ന് രക്ഷ തേടാനായിട്ട് അതിൽ ഒരുത്തനെ ഈ ക്രിയേച്ചർ കൊല്ലുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരാരെയും അവൻ കൊല്ലാൻ നിന്നില്ല. ആ അപ്പൂപ്പിന് വേണ്ടിയിട്ട് അവൻ വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവന്റെ ദേഹത്തേക്ക് ഒരുപാട് തവണ ഇവർ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. കുറെ നേരം വയ്യാതെ ഓടിയ അവൻ ഒരു സ്ഥലത്ത് വീണ് പോവാണ് കേട്ടോ. പക്ഷെ വീണ്ടും അവൻ എനർജി വരുന്നുണ്ട്. അവന്റെ മുറിവുകളൊക്കെ ഉണങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വിക്ടറിനെ തേടി ആ ഒരു ക്രിയേച്ചർ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വിക്ടറിനെ കാണിക്കുകയാണ്. അവനിപ്പോ വില്യത്തിന്റെ കൂടെയാണ് കേട്ടോ. മാത്രമല്ല വില്യത്തിന്റെ കല്യാണമായിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിക്ടറിന്റെ കാലിന് അന്നത്തെ ആ ഒരു അപകടത്തിൽ നല്ല പരിക്ക് പറ്റിയായിരുന്നു. അപ്പൊ അതിന്റെ വിശ്രമത്തിലാണ് വിക്ടർ. എന്തായാലും എലിസബത്തിനെ കണ്ടുവന്ന് സംസാരിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പോവാണ്. എന്നാൽ അപ്പൊ തന്നെ എലിസബത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ അങ്കിള് മരിച്ചു എന്ന്, അതിന് കാരണക്കാരൻ നീയാണെന്ന് എനിക്കറിയാം, ഇനി മേലാൽ എന്റെ മുന്നിൽ വന്നു പോരുതെന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്തടിച്ച് അവിടുന്ന് പോകാൻ പറയാണ്. വിഷമത്തിൽ വിക്ടർ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ വിക്ടറിന് അവന്റെ മുറിയിലേക്ക് വന്ന സമയത്ത് ചില കാര്യങ്ങൾ മനസ്സിലായി. ആരോ ഇവിടെ കയറിയിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പറയാണ്, നീ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ മുന്നിലേക്ക് വാന്ന് പറയാണ്. ആ നേരം അവിടെ ഒളിച്ചിരുന്ന ക്രിയേച്ചർ അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വിക്ടർ അവനോട് പറയാണ്, എന്താണ്, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ കൊല്ലാനല്ലേ, എന്നോട് പ്രതികാരം വീട്ടാനല്ലേ, ഒരു കാലുമില്ല, മര്യാദക്ക് നടക്കാനും പറ്റുന്നില്ല, നിനക്ക് എളുപ്പത്തിൽ എന്നെ കൊന്നു എന്ന് പറയാണ്. എന്നാൽ ആ ഒരു ക്രിയേച്ചർ പറയാണ്, എന്റെ ആവശ്യം അതല്ല, ഞാൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. കാട്ടിൽ വെച്ച് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി, അയാളിൽ നിന്നും ഞാൻ എല്ലാം പഠിച്ചു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നെ പോലെ തന്നെ ഇതുപോലൊരു ക്രിയേച്ചറിനെ നിനക്ക് ഉണ്ടാക്കി തരാൻ കഴിയോ, എനിക്കൊരു കൂട്ടായിട്ട്. ഇത് കേട്ടപ്പോ ചിരിച്ചുകൊണ്ട് വിക്ടർ പറയണു, ഓ, ഒരു പെണ്ണിനെ ഉണ്ടാക്കി തന്നാലോ, നിനക്ക് അവളുടെ കൂടെ ഫാമിലി ആയിട്ട് ജീവിക്കാലോ, പിന്നീട് നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ സ്പ്രെഡ് ആവും, പിന്നീട് ഞങ്ങൾ മനുഷ്യനെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കും, നിന്റെ ഈ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോ ക്രിയേച്ചറിന് ഭയങ്കര
ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വിക്ടറിനെ തൂക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ട് ആ റൂമിലേക്ക് എലിസബത്ത് വരുന്നുണ്ട് കേട്ടോ. അവള് വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണ്, ആ ഒരു ക്രിയേച്ചറിനെ, സത്യം പറഞ്ഞാൽ വില്യത്തിനേക്കാളും വിക്ടറിനേക്കാളും എലിസബത്തിന് ഇഷ്ടം ആ ഒരു ക്രിയേച്ചറിനെയായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട് എന്തോ ഒന്ന് കിട്ടിയെന്ന് വിചാരിച്ച് അവള് നേരെ ആ ഒരു ക്രിയേച്ചറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിന്റെ മുഖത്ത് തലോടുകയാണ്. അതേ സമയത്തിന് ക്രിയേച്ചർ ആണെങ്കിൽ വളരെ ശാന്തനായിട്ട് നിൽക്കുകയാണ്. ഈ നേരം വിക്ടർ ഒരു ഗൺ എടുത്ത് അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിയേച്ചറിന്റെ ദേഹത്ത് അത് തട്ടാതിരിക്കാനായിട്ട് ഇപ്പൊ എലിസബത്ത് അതിന്റെ മുന്നിലേക്ക് ചാടി വീഴാണ്. ബുള്ളറ്റ് കയറിയത് അവളുടെ വയറ്റിലാണ്. ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വില്യം അവന്റെ ആൾക്കാർ ഓടി വരുന്നുണ്ട്. വെടിയേറ്റ് കിടക്കുന്ന എലിസബത്തിനെ കണ്ട പാട് തന്നെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വില്യത്തിന് ഈ ക്രിയേച്ചർ എടുത്ത് ഒരു ഏറ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏറിൽ അവന്റെ തല ഒരു തൂണിലോ എവിടെയോ തട്ടി നന്നായിട്ട് പരിക്കേൽക്കുകയാണ്. ഇതേ നേരം തന്നെ എലിസബത്തിന്റെ ദേഹത്തു നിന്നും രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്തും എലിസബത്ത് ക്രിയേച്ചറിനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ മരിക്കാനായി, എന്നെ നീ കൂടെ കൊണ്ടുപോകുന്നു പറയാണ്. അത് കേട്ടപ്പോൾ തന്നെ ഈ ഒരു ക്രിയേച്ചർ എലിസബത്തിനെ എടുത്തുകൊണ്ട് അവിടുന്ന് ചാടി ഓടി പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്ത് വിക്ടർ നോക്കുന്നത് സ്വന്തം അനിയനെയാണ്. അവൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേന്ന് ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ആ വേദനയിൽ അവൻ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ചേട്ടനെ നോക്കിയിട്ട് ഈ വില്യം ഒരു കാര്യം പറയുന്നുണ്ട്, ചേട്ടാ അതല്ല, ആ ക്രിയേച്ചർ അല്ല രാക്ഷസൻ, അതിനുണ്ടാക്കിയ ചേട്ടൻ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആയിട്ടുള്ള നീയാണ് രാക്ഷസൻ, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഇത് പറഞ്ഞുകൊണ്ട് വില്യം മരണപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മരണം, അതായത് അനിയന്റെ മരണം വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ആ ക്രിയേച്ചറിനെ കൊന്നിട്ടേ ഇനി ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുധം, ഒരു വെപ്പൺ എടുത്തുകൊണ്ട് നേരെ അതിനെ കൊല്ലാനായിട്ട് പോവാണ്. എലിസബത്തിനെ ആ ഒരു ക്രിയേച്ചർ കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവളുടെ ആ രക്തമെല്ലാം അവിടെ ആയിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ വിക്ടർ ഒരു ഗുഹയിലേക്ക് എത്തുകയാണ്. അവിടെ ആ ഒരു ക്രിയേച്ചറും അതുപോലെ തന്നെ എലിസബത്തും ഉണ്ടായിരുന്നു. എലിസബത്ത് ആണെങ്കിൽ ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുമുണ്ട്. മരിക്കാൻ നേരത്ത് ഇപ്പൊ ആ ഒരു ക്രിയേച്ചറിനെ നോക്കിയിട്ട് എന്തൊക്കെയോ ചില കവിതകളും പാട്ടുകളൊക്കെ പാടിയിട്ട് ആ ഒരു പ്രണയത്തോട് കൂടിയിട്ടാണ് അവൾ മരിക്കുന്നത് കേട്ടോ. അതായത് വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഈ എലിസബത്തിന്റേത്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വിക്ടർ വരുന്നത്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അവനാണ്. അപ്പൊ ആ ഒരു ദേഷ്യത്തില് ക്രിയേച്ചർ വിക്ടറിനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ വിക്ടറിനെയും അവിടെ ഇട്ടുകൊണ്ട് ക്രിയേച്ചർ അവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകണം കേട്ടോ. എന്നാൽ വിക്ടർ ക്രിയേച്ചറിനെ വിടാൻ തയ്യാറായിരുന്നില്ല. അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങും എന്നുള്ള ആ ഒരു വാശിയിലാണ്. അങ്ങനെ ദിവസങ്ങളോളം ആ ഒരു ക്രിയേച്ചറിനെ തേടി ആ ഐസ് മൂടിയ പ്രദേശത്തിലൂടെ അവൻ അങ്ങനെ ഒരുപാട് നടന്നു. ഒരു ദിവസം രാത്രി ഒരു ടെന്റ് അടിച്ച് വിക്ടർ ഈ ഒരു ക്രിയേച്ചർ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അവൻ അടുത്തേക്ക് വന്നു. അവന് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ വിക്ടർ വിചാരിക്കുന്നത് പോലെ ആയിരുന്നില്ല. ക്രിയേച്ചർ അത് നല്ല ഐഡിയയിലൂടെ അവന്റെ പിറകാലെ വന്ന് അവന്റെ കാല് പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ടുപോവാണ്. അതേ നേരം തന്നെ അവന്റെ കയ്യിൽ ഗണ്ണ് തെറിച്ചുപോയി. മാത്രമല്ല ബാഗിൽ ഉണ്ടായിരുന്ന ചില ഡൈനാമൈറ്റ്, അതായത് ബോംബുകൾ ഇപ്പൊ പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ക്രിയേച്ചർ ചോദിക്കുകയാണ്, ഈ ബോംബ് വെച്ച് നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ക്രിയേച്ചർ ആ ബോംബിൽ ഒരെണ്ണത്തിന് തീ കൊടുക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് തന്നെ അത് പൊട്ടുന്നുണ്ട്. എന്നിട്ടും അവന് യാതൊരു കുഴപ്പമില്ല. ഒരു വലിയ ബ്ലാസ്റ്റ് അവിടെ നടന്നു. ശരിക്കും സിനിമയുടെ ആരംഭത്തിൽ ക്യാപ്റ്റൻ ആൻഡ്രൂസും അയാളുടെ ആൾക്കാരും കേട്ടത് ഈ ബ്ലാസ്റ്റിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെയാണ് അവരൊക്കെ അങ്ങോട്ടേക്ക് വന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ ഒരു ക്രിയേച്ചർ പറയാണ്, ഇപ്പൊ പ്രസന്റിൽ കാണിക്കുകയാണ്. തീരെ വയ്യാതെ നമ്മുടെ വിക്ടർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിക്ടർ ക്രിയേച്ചറിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അരികിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി. അതായത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ എന്റെ സ്വയം ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ഞാൻ ചെയ്തു. നിനക്ക് ഞാൻ ജന്മം നൽകി. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്നോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് നീ പൊറുക്കില്ല എന്നൊക്കെ ക്രിയേച്ചറിനോട് ചോദിച്ചപ്പോൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു ക്രിയേച്ചർ വിക്ടറിന് പുറത്തു കൊടുക്കുകയാണ് കേട്ടോ. അധികം വൈകാതെ വിക്ടർ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു മുറിവുകൾ കാരണം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇത് കണ്ട് ഒരുപാട് സങ്കടത്തിൽ ഫ്രാങ്കൻസ്റ്റൈനെ, അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെ അവിടെ വിട്ടുകൊണ്ട് തന്നെ ഈ ക്രിയേച്ചർ ഇവിടുന്ന് പോകുന്നുണ്ട്. അതായത് അതിന് ഒരുപാട് പകയൊന്നും വിക്ടറിനോട് ഉണ്ടായിരുന്നില്ല. അതിനൊറ്റയ്ക്ക് ജീവിക്കണമായിരുന്നു. എന്നാൽ വിക്ടർ ആണെങ്കിൽ അതിനെ കൊന്നേ അടങ്ങും എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയതാണ്. പിന്നെ സ്വയരക്ഷയ്ക്കായിട്ട് ഏതൊരു ജീവിയും എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. എന്തായാലും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കപ്പലിലെ ബാക്കിയുള്ള തൊഴിലാളികൾ ഈ ഒരു ക്രിയേച്ചറെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ആൻഡ്രൂസ് പറയണം, ഒന്നും ചെയ്യണ്ട, അവനെ വിട്ടേക്ക്, അവൻ പൊയ്ക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ആ കപ്പല് വിട്ട് ഈ ക്രിയേച്ചർ താഴേക്ക് ഇറങ്ങിയ സമയത്ത് ക്യാപ്റ്റൻ അവനോട് കാണിച്ച ആ ഒരു ദയ അവന് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് ഇവരിവിടെ കുടുങ്ങി കിടക്കുകയാണല്ലോ. ഐസിൽ നിന്നും ആ ഒരു കപ്പൽ ഇളക്കാൻ കഴിയാതെ ഇപ്പൊ ആ ഒരു ക്രിയേച്ചർ അവരെ സഹായിക്കുകയാണ്. ആ ഒരു കപ്പല് ആ ഒരു ഐസിൽ നിന്നും ഇളക്കി കൊടുക്കുകയാണ്. അവരെ ഫ്രീ ആക്കുകയാണ്. അവർക്ക് ഇനി ഇവിടുന്ന് പോകാൻ കഴിയും. എന്തായാലും ഈ ഒരു കഥയെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് ക്യാപ്റ്റൻ ആൻഡ്രൂസ് ഒരു കാര്യം തീരുമാനിച്ചു. അതായത് അയാളുടെ സ്വയം ഇഷ്ടപ്രകാരം ബാക്കിയുള്ളവർ വേദനിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇനി അയാൾ ചെയ്യില്ല എന്ന്. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും നോർത്ത് സൈഡിലേക്ക് പോകാം എന്ന് ക്യാപ്റ്റൻ ആൻഡ്രൂസ് തീരുമാനിച്ചായിരുന്നു. ആ തീരുമാനം മാറ്റിയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ആൻഡ്രൂസ് തീരുമാനിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ക്രിയേച്ചർ ആണെങ്കിൽ അതിന്റെ ആ ഒരു ലൈഫിന്റെ അർത്ഥം തേടിക്കൊണ്ട് അതിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.